ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗമാണ്. വിശുദ്ധ മത്തായി 18-ന്റെ 23 മുതൽ 35 വരെ. തുറന്ന മനസ്സോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ഈ വചനഭാഗത്തിൻ്റെ ആന്തരികമായ അർത്ഥതലങ്ങളിലേക്ക് യാത്ര ചെയ്യാം. ഈ വചനം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ആത്മാർത്ഥമായി പരിശോധിച്ചു കൊണ്ടിരിക്കണമേ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പൊതുവായി നാം ഒരാശയം കേൾക്കുന്ന ഭാവത്തിൽ ഇരിക്കുക എന്നതാണ് പതിവ്. എന്നാൽ ഒരാശയം കേൾക്കുന്ന ഭാവത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് അത് പ്രയോജനകരമായി തീരുന്നില്ല. ആശയത്തിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി കേൾക്കുന്ന സന്ദേശത്തെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് അത് മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരാശയത്തിനപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതത്തോട് ക്രിസ്തു സംസാരിക്കുന്ന വ്യക്തിപരമായ വാക്കുകളായിട്ട് ഇതിനെ സ്വീകരിപ്പാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്ത് പറയുന്നത് സ്വർഗരാജ്യത്തെ സംബന്ധമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഉപമയാണ്. സ്വർഗരാജ്യത്തിൻ്റെ അതായത് അന്ത്യ ന്യായവിധിയുടെ അനുഭവത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് ഇവിടെ നൽകാനായിട്ട് ആഗ്രഹിക്കുക. ഈ വേദഭാഗത്ത് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക: തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് ഉപമിച്ചിരിക്കുകയാണ്. തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ തയ്യാറാകുന്ന ഒരു രാജാവ്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടുത്തെ രാജാവ് ആരാണ്. ഇവിടുത്തെ രാജാവ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, നമുക്ക് സംശയമൊന്നുമില്ല. ദൈവമാണ് രാജാവ്. ഇനി ദാസൻ ആരാണ്? ദാസൻ എന്നത് നമ്മൾ ഓരോരുത്തരുമാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ദാസനോട് രാജാവ് കണക്ക് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ദാസൻ്റെ മേൽ ചില ഉത്തരവാദിത്വങ്ങൾ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുക. ദാസനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് തന്നെ ചില ഉത്തരവാദിത്വങ്ങൾ ദാസനിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ആ ഉത്തരവാദിത്വം തീർത്ത് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ കണക്ക് ചോദിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും ഒരു ഉത്തരവാദിത്വവും ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണക്ക് ചോദിക്കേണ്ട ഒരു സാഹചര്യമില്ല. അപ്പോൾ കണക്ക് ചോദിക്കുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്: ഉത്തരവാദിത്വങ്ങൾ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് തമ്പുരാൻ പറഞ്ഞു വിടുമ്പോൾ നമ്മളുടെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ എത്രമാത്രം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഏതാണ് ആ ഉത്തരവാദിത്വം? ആ ഉത്തരവാദിത്വം എന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കും. ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ കടമകളെക്കുറിച്ചാണ്. ഉദാഹരണം പറഞ്ഞാൽ ഭർത്താവ് എന്ന നിലയിൽ ഉള്ള ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അപ്പൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം, മകൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം, ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം, ഒരു സമുദായത്തിലെ ഒരംഗം എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം, ഒരു ഇടവക അംഗം എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം, ഞാൻ ജീവിക്കുന്ന സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹികമായ ഉത്തരവാദിത്വം, ചില മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ചില ഉത്തരവാദിത്വം. ഇങ്ങനെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം കൃത്യതയോടെ പരിശോധിക്കണം, ദൈവം ഉദ്ദേശിക്കുന്നത് ഇതാണോ? ദൈവം ഉദ്ദേശിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നീ ഭർത്താവായിട്ട് നന്നായിട്ട് നിൻ്റെ ഭാര്യയെ നോക്കിയോ? ഭാര്യയോട് നീ എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോ? അല്ലെങ്കിൽ നീ മക്കളെ നന്നായിട്ട് നോക്കിയോ? അവരെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഒക്കെ വളർത്തിയോ? അങ്ങനെ എൻ്റെ ചുറ്റുപാടുകളെ കേന്ദ്രീകരിച്ചുള്ള ചില കടമകളുടെ നിർവഹണം മാത്രമാണോ ക്രിസ്തു ഉദ്ദേശിക്കുന്ന ഉത്തരവാദിത്വം എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ഐശ്വര്യത്തിനുള്ള പദ്ധതിയാണെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പദ്ധതി എന്ന് പറയുന്നത് ചില കടമകളുടെ അപ്പുറത്തേക്കുള്ള തലങ്ങളാണ്. ഞാൻ കൃത്യമായിട്ട് പദ്ധതിയെ ഇങ്ങനെ നിർവഹിച്ചാൽ, ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വത്തെ ഇങ്ങനെ നിർവഹിച്ചാൽ അത് ഇങ്ങനെയാണ്.
ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിലുള്ള നമ്മളുടെ റോൾ നിർവഹിക്കുക. അതാണ് വാസ്തവത്തിൽ. നമ്മൾ കുടുംബമായി ജീവിക്കുമ്പോഴും സാമൂഹികമായി ജീവിക്കുമ്പോഴൊക്കെ ആ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ നമ്മൾ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നാട്ടിലുള്ള എല്ലാ മോറൽ വാല്യൂസും വിട്ട് എല്ലാ ക്രിസ്തീയ മൂല്യങ്ങളും മറന്നുകൊണ്ട് നിങ്ങൾ വളരെ തല്ലിപ്പൊളിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ, നിങ്ങൾ വളരെ ദൈവസ്നേഹത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുകയാണെങ്കിൽ, ഒരു കുടുംബത്തിന് മുഴുവൻ, ഒരു നാടിന് മുഴുവൻ ദുർമാതൃകയായിട്ട് ജീവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ ജീവിക്കുന്ന കുടുംബമായിട്ടാണ്, പക്ഷേ എങ്കിലും നിങ്ങൾ ദൈവരാജ്യത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആത്മീയമായിട്ട്, പ്രാർത്ഥനാപരമായിട്ട്, വിശുദ്ധിയിൽ മറ്റുള്ളവർക്ക് മാതൃകയായിട്ടാണ് ജീവിക്കുന്നതെങ്കിലോ അവിടെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ നിങ്ങൾ പങ്കുചേരുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസുമായി ബന്ധപ്പെട്ടിടത്ത് നമ്മൾ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം, കടമ എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്രമാത്രം റെസ്പോൺസിബിളാണ് എന്നൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന കാര്യത്തിൽ ഇപ്പം നമുക്കറിയാം, വിശുദ്ധരെന്ന് നമ്മൾ പലരെയും ഗണിക്കുന്നുണ്ട്. വിശുദ്ധരായിട്ട് ഇപ്പോൾ മാതാവിനെ വിശുദ്ധയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവമാതാവിനെ വിശുദ്ധയായിട്ട് നമ്മൾ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ മാതാവ് വിശുദ്ധ എന്ന് എണ്ണപ്പെടുന്നത് നല്ലൊരു കുടുംബിനിയായതിൻ്റെ പശ്ചാത്തലത്തിലല്ല, നല്ല ഒരു അമ്മയായതിൻ്റെ പശ്ചാത്തലത്തിലല്ല, നല്ല ഒരു മകളായതിൻ്റെ പശ്ചാത്തലത്തിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹിതം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ദൈവത്തിൻ്റെ ഹിതം നന്നായി മാതാവ് ചെയ്തു എന്നുള്ളിടത്താണ് അവൾ വിശുദ്ധയായി പരിണമിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ വിശുദ്ധർ എന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നവർ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിരുന്നതുകൊണ്ടോ നല്ല മക്കളായിരുന്നതുകൊണ്ടോ അല്ല, അവർ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ ഏതൊക്കെയോ വിധത്തിൽ പങ്കുചേർന്നു. ക്രിസ്തുവിനെ അവർ മറ്റുള്ളവർക്ക് സാക്ഷീകരിച്ചു. അവരാണ് വിശുദ്ധരുടെ ഗണത്തിലേക്ക് പരിണമിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവർ, ചുരുക്കത്തിൽ പറഞ്ഞ അതാണ്. ദൈവത്തിൻ്റെ ഹിതം ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ കൃത്യമായിട്ട് നിർവഹിച്ചോ? ഇപ്പോൾ ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഉത്തരവാദിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ യേശുക്രിസ്തു വാസ്തവത്തിൽ എന്ത് കുടുംബ ഉത്തരവാദിത്വമാണ് നിർവഹിച്ചത്? യേശുക്രിസ്തു പ്രത്യേകിച്ച് കുടുംബ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കാൻ തക്കവണ്ണം താനൊരു ആയിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തു 100% പ്രവർത്തിച്ചത് പിതാവിൻ്റെ ഹിതമാണ്. പിതാവ് എന്താഗ്രഹിക്കുന്നു അത് പ്രവർത്തിച്ചു. അത് നല്ലൊരു മകനായിരിക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിച്ചൊരു ഭർത്താവായിട്ട് ജീവിക്കുക, അങ്ങനെയൊന്നും അല്ലല്ലോ. ക്രിസ്തു തൻ്റെ അപ്പൻ തന്നെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വിട്ടത്, ആ ഹിതം നിർവഹിക്കുക എന്നുള്ള ദൗത്യത്തിലേക്കാണ് ക്രിസ്തു കടന്നു വന്നതെന്നുള്ളത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ദൈവികമായ ഉത്തരവാദിത്വം, പിതാവായ ദൈവം ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം എന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ദൈവം നിശ്ചയിച്ച ഉത്തരവാദിത്വം എന്നത് ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമ്മുടെ ഭൗമിക ഉത്തരവാദിത്വങ്ങളല്ല, ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ്. അതിൻ്റെ കണക്കാണ് ഈ ചോദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം നമ്മുടെ മുൻപിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ കണക്ക് ചോദിക്കുന്ന ദിവസമാണ് ന്യായവിധിയുടെ ദിവസം എന്നുള്ളതാണ് ഇവിടെ പറയുക. ഇവിടെ ഒരു ദാസൻ യജമാനൻ്റെ രാജാവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ഈ ദാസൻ്റെ കണക്ക് മുഴുവൻ പരിശോധിച്ചപ്പോഴവന് 10,000 താലന്ത് അവന് കടമുണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നു. 10,000 താലന്ത് കടമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥമാക്കുക? നിശ്ചയമായിട്ടും ആ താലന്ത് അതിൻ്റെ എണ്ണം എന്നുള്ളതിലേക്കല്ല, ആ എണ്ണത്തിൻ്റെ വലിപ്പത്തിലൊന്നും അല്ല അവിടെ പ്രാധാന്യം, മറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ആകത്തുക. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ചെറിയ വീഴ്ചയല്ല, വളരെ കാര്യമായ വീഴ്ച വന്നിട്ടുണ്ട്. 10,000 താലന്ത് എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ ഇങ്ങനെ കൂടെ അവിടെ കാണുകയാണ്, അവന് വീട്ടുവാൻ വകയില്ലായകയാൽ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളൊന്നും അവൻ നടത്തിയില്ല, അതിന്മേൽ അവന് കടമായിട്ട് കിടക്കുകയാണത്. മറിച്ചോ അവൻ ഇനി അത് പരിഹരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുക. ഇനി അത് പരിഹരിക്കാനുള്ള സാധ്യത പോലും നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലേക്കാണ്
ഈ മനുഷ്യൻ എത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പലരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥ അതാണ്. നമ്മൾക്ക് ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടു. നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും ആ ഉത്തരവാദിത്വങ്ങൾ നമ്മളുടെ മേൽ ഉണ്ടായിരുന്നു. നമ്മളൊരു കുഞ്ഞായിരുന്ന സമയത്ത് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയുടെ ഉത്തരവാദിത്വം പല വിധത്തിൽ നിർവഹിക്കാൻ നമുക്ക് നമ്മുടെ മേൽ നിയോഗമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്തില്ല. പിന്നെ നമ്മൾ യൗവനത്തിലേക്ക് കടന്നു വന്ന സമയത്ത് നമ്മളെ അത് ഭരമേൽപ്പിച്ചിരുന്നു. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു, നമ്മൾ ചെയ്തില്ല. നമുക്കതിന് എക്സ്ക്യൂസസ് പറയാൻ സാധിക്കും. എന്നോട് ആരും പറഞ്ഞു തന്നില്ല, എന്നെ ആരും അങ്ങനെ ഗൈഡ് ചെയ്തില്ല. ശരിയാണ്, ഗൈഡ് ചെയ്യേണ്ടവർ പലരും നിങ്ങളെ ഗൈഡ് ചെയ്യേണ്ടതുപോലെ ഒന്നും ഗൈഡ് ചെയ്തിട്ടില്ല. നിങ്ങളെ ഉപയോഗിച്ചവർ, നിങ്ങളെ ഗൈഡ് ചെയ്തവർ എല്ലാം അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വളച്ചൊടിക്കുകയായിരുന്നു. അല്ലെങ്കിൽ സമൂഹം അവരെ പഠിപ്പിച്ചു വെച്ച ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഗൈഡ് ചെയ്യുമായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാവരും മക്കൾക്ക് വേണ്ടി ഓടുകയാണ്. മക്കൾക്ക് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. ഒരു കുഞ്ഞ് ജനിച്ച് വളർന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഇന്ന് ആർക്കും സംശയമില്ല. എൻ്റെ കുഞ്ഞിന് അത് എത്ര പാവപ്പെട്ടവനാണെങ്കിലും ഒരു വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സാധ്യത ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണെങ്കിലും അവന് എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് ഇന്ന് നാടിൻ്റെ ഒരു നിയമമായി തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. വിദ്യാഭ്യാസം, എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറിയത്? എത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത അപ്പനും അമ്മയും മക്കളോട് പറയുമല്ലോ, മക്കളെ നിങ്ങൾ പഠിക്കണം, വിദ്യാഭ്യാസം നേടണം. എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസം ഇല്ലാത്ത അപ്പനും അമ്മയ്ക്കും പോലും മക്കൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അപ്പനും അമ്മയ്ക്കും വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടല്ല തോന്നിയത്. അവർക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും തോന്നി എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന്. എന്നങ്ങനെ തോന്നാൻ കാരണം അത് നാടിൻ്റെ ഒരു സംസ്കാരമായി മാറി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഞാനതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് ചെറുപ്പത്തിലെ നമ്മളുടെ പേരൻസ് നമ്മളെ ടീച്ച് ചെയ്യാത്തത്? കാരണം അവർക്കും അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അവർക്കും അതൊരു സീരിയസ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജീവനെ നഷ്ടപ്പെടുത്താതെ ജീവിക്കുക, വിദ്യാഭ്യാസം നേടി നല്ല ഒരു തലങ്ങളിലേക്ക് ഭൗതികമായി എത്തപ്പെടാനുള്ള സാധ്യതയിൽ വളരുക എന്നുള്ളതാണ് അവർ ചിന്തിച്ചത്. പ്രിയപ്പെട്ടവരെ, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഒരു കാര്യം ശരിയാണ്, നമ്മൾ ചെയ്തിട്ടില്ല. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കുഞ്ഞുകാലങ്ങളിൽ ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്തിട്ടില്ല. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നമ്മുടെ യൗവനകാലങ്ങളിൽ ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞോ നമ്മളുടെ വിവാഹ ജീവിതത്തിനൊക്കെ ശേഷമുള്ള കാലഘട്ടം, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മധ്യാഹ്ന നാളുകൾ, ജീവിതത്തിൻ്റെ വാർദ്ധക്യ നാളുകൾ, അവസാനം ഇന്ന് ഇപ്പോൾ വചനം കേൾക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് എത്ര പ്രായമായി കാണും നിങ്ങൾക്ക്? ഈ കാലം അത്രയും നിങ്ങൾ ചെയ്ത് തീർക്കാതെ പോയ ഉത്തരവാദിത്വങ്ങൾ ഇനി പോയിട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. രാജാവ് പറയും, ഇനി അവനെ കൊണ്ട് കടം വീട്ടാൻ കഴിയില്ല. തൻ്റെ ഇന്നലകളിൽ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വം ഇനി ചെയ്യാൻ പറ്റത്തില്ല. മക്കളൊക്കെ നശിച്ചു പോയി കഴിയുമ്പോൾ ചില അപ്പനും അമ്മയും വന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണാം. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർ പറയും, അച്ഛാ ഞങ്ങൾ കൊച്ചുങ്ങൾക്ക് ചെറുപ്പത്തിലേ കൊടുക്കേണ്ടത് കൊടുത്തില്ല, അതുകൊണ്ടാണ് അവരിങ്ങനെ ആയിപ്പോയത്. ഇനി തിരിഞ്ഞു നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? കുഞ്ഞുങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. ഇവർക്ക് അത് പരിഹരിക്കാനാകുന്നില്ല. പരിഹരിക്കാനാകാത്ത തലത്തിലേക്ക് ദൈവം ഏൽപ്പിച്ച പല ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കാതെ നമ്മൾ അകന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് രാജാവ് ഒരു പുത്തൻ സൊല്യൂഷനുമായിട്ട് കടന്നു വരുന്നത്. നിന്നെ കൊണ്ട് വീട്ടാനാകാതെ വണ്ണം നിന്റെ പാപങ്ങൾ വളരെയേറെ വലുതായിപ്പോയി എങ്കിൽ ഇതാ പരിഹാരത്തിന് വേണ്ടി ഒരു പുതിയ സാധ്യത നിന്റെ മുൻപിൽ ഞാൻ വെക്കുന്നു എന്നാണ് ഇവിടെ സംസാരിക്കുക. ഒരു പുതിയ സാധ്യത നിന്റെ മുമ്പിൽ വെക്കുകയാണ്. എന്താണ് ആ പുതിയ സാധ്യത? ഇതാണ് പറയുക, അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കാനായിട്ട് കൽപ്പിച്ചു. ശ്രദ്ധിക്കുക, ഞാൻ ഒന്നുകൂടെ പറയട്ടെ. അതെ, വീട്ടുവാൻ വകയില്ലാത്തത് കൊണ്ട് യജമാനൻ പറയാണ്, അവനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കണക്ക് തീർക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് വാസ്തവത്തിൽ വളരെ ശക്തമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നാം. പ്രിയപ്പെട്ടവരെ, ഒരു കടം വീട്ടുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വവുമായിട്ടാണ് ഇവിടെ യജമാനൻ്റെ മുമ്പിൽ ഈ വ്യക്തി വരിക. അപ്പം അയാളോട് യജമാനൻ ആവശ്യപ്പെടുകയാണ്, നിനക്കുള്ളതെല്ലാം വിൽക്കുക. നിനക്കുള്ളതെല്ലാം വിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെ വിൽക്കാനാ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് പറയുന്നത് നീ നിന്നെ തന്നെ വിൽക്കണം. രണ്ടാമത് പറയുന്നത് നിന്റെ ഭാര്യയെ വിൽക്കണം. മൂന്നാമത് പറയുന്നത്
നിന്റെ മക്കളെ വിൽക്കണം. നാലാമത് പറയുന്നത് നിനക്കുള്ളതൊക്കെ വിൽക്കണം. ഈ 4 കാര്യങ്ങൾ വിൽക്കാനായിട്ട് യജമാനൻ ആവശ്യപ്പെടുകയാണ്. എന്തൊരു കച്ചവടമാണിതെന്നുള്ളതാണ്. വിൽക്കുക എന്ന് പറയുമ്പോൾ നിനക്കുള്ള പറമ്പും വീടും സ്വത്തും ഒക്കെ വിൽക്കുക എന്ന് പറയുന്നത് പിന്നെ മനസ്സിലാക്കാം. പക്ഷേ ഈ ഭാര്യയും മക്കളെയൊക്കെ വിൽക്കുക എന്ന് പറയുന്നതിനകത്തുള്ള ഒരർത്ഥം എന്താണ്? ഭാര്യയും മക്കളെ വിൽക്കാൻ പറയുക, അത് വാസ്തവത്തിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണോ എന്നുള്ളതൊന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ രാജാവ് ദൈവം തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ദൈവം തന്നെയായ രാജാവിന് ഇത് ഭാര്യയും മക്കളെയൊക്കെ വിൽക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം എങ്ങനെ പറയാൻ പറ്റും? ദൈവത്തിന് പറയാൻ പറ്റുമോ നീ നിൻ്റെ ഭാര്യയും മക്കളെയൊക്കെ വിറ്റിട്ട് കൊണ്ടുവന്ന് കണക്ക് തീർക്കാൻ പറയാൻ പറ്റുമോ? ദൈവം ഒരിക്കലും അത് പറയത്തില്ലല്ലോ. പിന്നെ എന്താണ് ഈ ഭാര്യയും മക്കളെ ഉൾപ്പെടെ വിൽക്കുക എന്ന് പറയുന്നത്? അവിടെ ആദ്യം പറഞ്ഞ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാര്യയും മക്കളെ മാത്രമല്ല, നീ നിന്നെ തന്നെയും വിൽക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവനുള്ള സകലവും വിൽക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വിൽക്കാൻ ഇവൻ തയ്യാറായാൽ ഇനി ആരാണിത് വാങ്ങിക്കുക? ഈ മനുഷ്യനെ, ഇയാളുടെ ഭാര്യയെയും മക്കളെയും ഇയാൾക്കുള്ള സ്വത്തിനെയും മുഴുവൻ വാങ്ങിക്കാൻ ആരാണ് തയ്യാറാവുക? പ്രിയപ്പെട്ടവരെ, അങ്ങനെ വാങ്ങിക്കാൻ തയ്യാറുള്ളവൻ ആരാണെന്നുള്ള ഒരു ഉത്തരവൊന്നും ദൈവം അവിടെ കൊടുക്കുന്നില്ല. പക്ഷേ എനിക്കത് കൃത്യമായിട്ടറിയാം, അത് വാങ്ങിക്കാൻ തയ്യാറുള്ളവൻ ക്രിസ്തു തന്നെയാണ്. നീ നിന്നെ തന്നെയും നിന്റെ ഭാര്യയെയും മക്കളെയും നിനക്കുള്ളതൊക്കെയും ക്രിസ്തുവിന് വിൽക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുക. ക്രിസ്തുവിന് വിൽക്കുക. വില കൊടുത്തവനാണ് ക്രിസ്തു. ആരാണ് വില കൊടുത്തവൻ? എന്താണ് വില? അത് തൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. വില കൊടുത്തവൻ ആരാണ്? ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിന് വിൽക്കാനായിട്ടാണ് ഇവിടെ ദൈവം ഈ ദാസനോട് ആവശ്യപ്പെടുന്നത്. നിനക്ക് ഒരുപാട് കടം വന്നു, പക്ഷെ നീ ക്രിസ്തുവിന് നിന്നെ തന്നെ വിറ്റിട്ടില്ല. യേശു ക്രിസ്തുവിന്, എൻ്റെ മകനായ ക്രിസ്തുവിന് നീ നിന്നെ തന്നെ വിൽക്കാനായിട്ട് തയ്യാറാണ്. അവൻ വാങ്ങിക്കാൻ തയ്യാറാണ് നിന്നെ. പ്രിയപ്പെട്ടവരെ, വിൽക്കുക, യേശു ക്രിസ്തുവിന് വിൽക്കുക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അവിടെ അർത്ഥമാക്കുക? യേശു ക്രിസ്തുവിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവൻ്റെ ശിഷ്യനായി മാറുക. ഇത് വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തുവിന് നമുക്കുള്ള സകലത്തെയും വിൽക്കുന്ന ഒരനുഭവമാണ് തൻ്റെ ശിഷ്യനായി മാറുന്ന അനുഭവം എന്നുള്ളത് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. പലപ്പോഴും നമുക്കത് മനസ്സിലാകുന്നില്ല. യേശുക്രിസ്തുവിന് എങ്ങനെ എന്നെ തന്നെ വിൽക്കാനാണ്? തൻ്റെ ശിഷ്യനായി മാറാൻ ഉള്ളതിൻ്റെ മാനദണ്ഡങ്ങൾ ക്രിസ്തു പറയുന്നുണ്ട്. എന്താണ് ശിഷ്യത്വത്തിൻ്റെ മാനദണ്ഡം? പ്രധാനപ്പെട്ട മാനദണ്ഡം നിനക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. നീ എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുക. നീ സകലതും ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുക. ഇതാണ് ശിഷ്യത്വത്തിൻ്റെ മാനദണ്ഡമായിട്ട് ക്രിസ്തു സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ ഒരു ശിഷ്യത്വത്തിൻ്റെ മാനദണ്ഡം പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നമുക്ക് അപ്രായോഗികം എന്ന് തോന്നുന്ന ഒരു മാനദണ്ഡമാണ് ശിഷ്യത്വത്തിൻ്റെ മാനദണ്ഡം. എന്താണ് ആ പ്രായോഗികത? എല്ലാം വിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ലെങ്കിൽ സകലരെയും ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇനി ശിഷ്യനാവുക, അനുഗമിക്കുക എന്നൊക്കെ യേശു പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് ഈ പ്രസംഗം കേട്ട ഉടനെ തന്നെ ഭാര്യയോട് പറയുകയാണ്, ഭാര്യയെ നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യുകയാണ്. മക്കളോട് പറയുകയാണ്, മക്കളെ അപ്പൻ നിന്നെ വിട്ടു പോവുകയാണ്, ഞാൻ കർത്താവിൻ്റെ പുറകെ പോവുകയാണ്. ഇങ്ങനെ പറയുക എന്നത് നടക്കുന്ന കാര്യമാണോ? ഇത് വല്ലോ ശരിയാണോ? ഈ ഒരു ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നിങ്ങളോട് വളരെ വ്യക്തിപരമായി സംസാരിക്കാമെന്ന്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സകലവും വിട്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഹൃദയത്തിൽ തെറ്റിദ്ധാരണയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ വിടുക എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു പ്രശ്നം നിലനിൽക്കുക. എന്താണ് പ്രിയപ്പെട്ടവരെ സകലവും വിടുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുക? ഞാൻ 1-2 കഥാപാത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഉദാഹരണമായിട്ട് പറയാം. ഒന്നാമത്തേത് അബ്രഹാം പിതാവാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ അബ്രഹാം പിതാവിനോട് പിതാവായ ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ആവശ്യം ഇതാണ്, നീ നിന്റെ ദേശത്തെയും നിന്റെ പിതൃഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് ഉപേക്ഷിച്ച് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. അപ്പം അവിടെ ഒരു വിട്ടുപേക്ഷിക്കലിൻ്റെ ഒരു കാര്യം പിതാവ് അബ്രഹാമിനോട് സംസാരിക്കുന്നുണ്ട്. സകലവും വിട്ട് നീ എൻ്റെ പിന്നാലെ വരിക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ദൈവം പറയുന്നത് അനുസരിച്ചു. ദൈവം പറയുന്നത് അനുസരിച്ചിട്ട് അബ്രഹാം സകലതും വിട്ടുപോയി. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്,
അബ്രഹാം പോയപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യ സാറ അബ്രഹാമിനോട് കൂടെ ഉണ്ടായിരുന്നു. അബ്രഹാം ഡിവോഴ്സ് ചെയ്തിട്ടല്ല പോയത്. അബ്രഹാമിൻ്റെ ഭാര്യ സാറ അബ്രഹാമിനോട് കൂടെ ഉണ്ടായിരുന്നു. മറിച്ച് അബ്രഹാമിൻ്റെ യാത്രയിൽ അബ്രഹാമിൻ്റെ കുടുംബജീവിതം തകർന്നില്ല. അബ്രഹാമിൻ്റെ ഉപജീവന മാർഗങ്ങൾ നിന്നുപോയില്ല. അബ്രഹാം പട്ടിണി കിടന്ന് ചത്തില്ല. അബ്രഹാമിന് ഒരു ജോലിയില്ലാതെയായില്ല. മറിച്ച് എന്താ, എല്ലാ കാര്യങ്ങളും ഒരു വശത്തൂടെ നടന്നു. പക്ഷേ അബ്രഹാം താൻ നിലയുറപ്പിച്ചിരുന്ന തൻ്റെ ആ അടിസ്ഥാന ഇടത്തെ താൻ ഉപേക്ഷിച്ചു. താൻ നിലയുറപ്പിച്ചിരുന്ന, താൻ വളരെ പരമ്പരാഗതമായി നിലയുറപ്പിച്ചിരുന്ന തൻ്റെ നാടുമായിട്ടുള്ള ബന്ധത്തെ അബ്രഹാം ഡിറ്റാച്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നതിലൂടെ ഒരു മനുഷ്യൻ കുടുംബത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല മീനിങ്. ഒരു മനുഷ്യൻ തനിക്കുള്ള സകലതും ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരു ഡിറ്റാച്ച്മെൻറ്റ് നടക്കണം. എന്തുമായിട്ട്? നിൻ്റെ ഹൃദയം എന്തിനോടൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടോ അതിനോടൊക്കെ ഡിറ്റാച്ച്ഡ് ആണ്. അവിടെയാണ് ക്രിസ്തു ഒന്നാം സ്ഥാനത്തേക്ക് കടന്നു വരണം. നിൻ്റെ കുടുംബത്തിനാണ് നീ ദൈവത്തേക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ആ അനുഭവം മാറി ദൈവത്തിന് കുടുംബത്തേക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്ന അനുഭവം വരണം. നിൻ്റെ ജോലിക്കാണ് നീ പ്രഥമ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ആ ജോലി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ, ദൈവം അത് നടക്കാൻ ആ ജോലി നീ ചെയ്തോ എന്ന് പറഞ്ഞാൽ ചെയ്യണം. ദൈവം ആ ജോലി വിടാൻ പറഞ്ഞാൽ നീ വിടണം. അങ്ങനെ ദൈവം എന്നെ നയിക്കുന്ന വിധത്തിൽ അത് ചെയ്യാൻ. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ആ പദ്ധതി. ചിലരോട് ദൈവം ജോലി വിടാൻ പറയും, ചിലരോട് ദൈവം ജോലി എടുക്കാൻ പറയും, ചിലരോട് ചിലത് വിട്ട് ചിലത് ചെയ്യാൻ പറയും. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ സമ്പൂർണമായി ക്രിസ്തുവിൻ്റെ ഒരു ക്രമീകരണത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സർവവും വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ സകലം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. ഉപേക്ഷിക്കേണ്ടത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലാണ് നീ മറ്റത് ഉപേക്ഷിക്കേണ്ടത്. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം മറ്റതിൻ്റെ മുകളിൽ കയറി വരുന്ന, ക്രിസ്തുവുമായിട്ടുള്ള നിൻ്റെ ബന്ധം ബാക്കിയുള്ള സകലത്തിനെയും കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരു തലത്തിലേക്കുള്ള പരിണാമമാണ് സകലത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. അബ്രഹാം പിതാവിൻ്റെ തന്നെ ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം നമ്മൾ കാണുന്നുണ്ട്. ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ട് പോകുന്ന സംഭവം. ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ട് അബ്രഹാം മൊറിയ മലയിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അവിടെ അബ്രഹാമുണ്ട്, ഇസഹാക്കുണ്ട്, അവിടെ വിറകും വസ്തുക്കളും എല്ലാം ആയിട്ടാണ് പോവുക. നമ്മൾക്ക് ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം, അയ്യോ അബ്രഹാമിന് ഇസഹാക്ക് നഷ്ടപ്പെടുന്നു, അബ്രഹാമിന് ഇസഹാക്ക് ഇല്ലാതെയാകുമെന്ന്. പക്ഷെ എന്ത് സംഭവിച്ചു? അങ്ങോട്ട് പോയ അബ്രഹാമും ഇസഹാക്കും തന്നെ ഇങ്ങോട്ടും തിരിച്ചു വന്നു. സാറയൊക്കെ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അബ്രഹാമും ഇസഹാക്കും കൂടെ ബലി കഴിക്കാൻ പോയി, അബ്രഹാമും ഇസഹാക്കും കൂടെ ബലി കഴിച്ച് തിരിച്ചു വന്നു. ഇതാണ് സംഭവിച്ചിരിക്കുക. കൂടെ നടന്ന ആളുകളൊന്നും കഥ അറിഞ്ഞിട്ടില്ല. പക്ഷേ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഇസഹാക്ക് അങ്ങോട്ട് പോയ ഇസഹാക്കല്ല. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഇസഹാക്ക് പൂർണ്ണമായിട്ട് ദൈവം തന്ന ഇസഹാക്കാണ്, ഒരു പുതിയ ഇസഹാക്കാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ മകൻ നഷ്ടപ്പെട്ടിട്ടില്ല, എന്നാൽ മകനെ ഉപേക്ഷിച്ചോ? താൻ ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ തലത്തിലാണ്. ഇതാണ് ശിഷ്യത്വത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. പത്രോസ്ലീഹായുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യേശു പത്രോസിൻ്റെ വീട്ടിൽ വന്നാറേ അവൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ട് പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ വായിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? പത്രോസ് സകലവും വിട്ട് യേശുക്രിസ്തുവിനെ അനുഗമിച്ച ആളാണ്. പത്രോസ് സകലവും വിട്ട് യേശുക്രിസ്തുവിനെ അനുഗമിച്ചിട്ടും പത്രോസിൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ പത്രോസിൻ്റെ കുടുംബം മുഴുവൻ ആ പത്രോസിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനി സുഖപ്പെടുത്തി എന്നാണ് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും അത് ഭാര്യ വീട്ടിലാണ്. പത്രോസിൻ്റെ ഭാര്യ വീട് പോലും യേശുക്രിസ്തുവിൻ്റെ കൺട്രോളിലായി എന്ന് വേണം കരുതാൻ. അതാണ് ഇവിടെ നടക്കുന്ന അനുഗമനത്തിൻ്റെ ഒരു പ്രത്യേകത. പത്രോസിൻ്റെ ഭാര്യ വീട് പോലും യേശുക്രിസ്തുവിൻ്റെ കൺട്രോളിലായി. അതുകൊണ്ടാണ് യേശുക്രിസ്തു ആ വീട്ടിൽ ഇടപഴകുന്ന രീതി ശ്രദ്ധിച്ചാൽ അറിയാം. വളരെ സ്വതന്ത്രമായിട്ടാണ് ക്രിസ്തു ആ വീട്ടിൽ ഇടപഴകുന്നത്. വേറെ ഒന്നും ക്രിസ്തു ചിന്തിക്കുന്നില്ല. ക്രിസ്തു സ്വന്തം വീട് പോലെയാണ് അവിടെ ഇടപഴകുന്നത്. കൃത്യമായി പറഞ്ഞാൽ ശിഷ്യത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട് ക്രിസ്തുവിൻ്റെ സ്വന്തം വീടായി പരിണമിക്കുന്ന അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, സ്വന്തം വീടായി പരിണമിക്കുകയാണ്. അത് മാത്രമല്ല, അവിടെ എന്താ സംഭവിച്ചത്? വൈകുന്നേരമായപ്പോൾ ഭൂതഗ്രസ്തരെയൊക്കെ അവിടെ കൊണ്ടുവരുന്നത്. കൃത്യമായി പറഞ്ഞാൽ
പത്രോസിൻ്റെ ഭാര്യ വീട് പോലും ഒരു ധ്യാന മന്ദിരമായി പരിണമിച്ചു എന്ന് വേണം കരുതാൻ. പത്രോസിൻ്റെ ഭാര്യ വീട്ടിൽ ക്രിസ്തുവിന് പ്രവർത്തിക്കാനുള്ള ഒരു ഇടമായി, ഒരു ധ്യാന മന്ദിരമായി പരിണമിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവർ, ഇതാണ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ. അവിടെ ഭാര്യ നഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ ഭാര്യയുടെ കുടുംബക്കാർ യേശു ക്രിസ്തുവിനെ വഴക്ക് പറയുന്നില്ല. നീ ഞങ്ങളുടെ മരുമോനെ പിടിച്ചുകൊണ്ട് പോയി, നല്ലതായിട്ട് മീനൊക്കെ പിടിച്ച് നല്ല കച്ചവടമൊക്കെ ചെയ്ത് നടന്ന മനുഷ്യനാണ്, നീ ഞങ്ങളുടെ മരുമോനെ പിടിച്ചുകൊണ്ട് പോയി ഇപ്പോൾ കഞ്ഞിയില്ല വെള്ളമില്ലാതെ നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു കുറ്റപ്പെടുത്തലോ ഒരു തരത്തിലുള്ള വേദനിപ്പിക്കലോ നൊമ്പരപ്പെടുത്തലോ ഇല്ല എന്നുള്ളത് വേണം കരുതാൻ. പ്രിയപ്പെട്ടവരെ, ഞാനിത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നതെന്ന് അറിയാമോ? യേശുക്രിസ്തുവിനെ വിൽക്കുക എന്നുള്ള ഒരു ശക്തമായ ഒരു ബോധ്യത്തിലേക്കാണ് നമ്മുടെ ഈ സന്ദേശം ഇപ്പോൾ എത്തി നിൽക്കുക. യേശുക്രിസ്തുവിന് നിങ്ങളെ തന്നെ വിൽക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് നിങ്ങളെ തന്നെ ഉപേക്ഷിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സർവവും കർത്താവിന് കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സർവത്തിൻ്റെയും കൺട്രോൾ യേശുക്രിസ്തുവിനായി പരിണമിക്കുന്ന ശിഷ്യത്വത്തിൻ്റെ വലിയൊരു അനുഭവത്തിലേക്കുള്ള ക്ഷണമാണ് വാസ്തവത്തിൽ ഈ വചനഭാഗത്തൂടെ യേശുക്രിസ്തു നിങ്ങൾക്ക് നൽകാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില ചിന്തകൾ കൂടെ ഉണ്ട്. അത് വരുന്ന ഒരു എപ്പിസോഡിലൂടെ നിങ്ങളോട് സംസാരിക്കാമെന്ന് ക്രിസ്തുവിൽ പ്രത്യാശിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങളത് കാണാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സന്ദേശത്തിലൂടെ ഇപ്പോൾ വന്നെത്തിയിരിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: വിൽക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റ്. യേശുക്രിസ്തുവിന് നിങ്ങളെ തന്നെ സമ്പൂർണ്ണമായി കൊടുക്കുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരാനുള്ള ക്ഷണം. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ തമ്പുരാനെ, കേൾപ്പിച്ച ജീവന്റെ വചനങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നാഥ, ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയ വെളിച്ചത്തിനായി സ്തോത്രം. തമ്പുരാനെ, ഞങ്ങളെ തന്നെ വിൽക്കുവാനുള്ള ആ വലിയ വെളിച്ചത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് നയിക്കുമാറാകണമേ. അതിന് തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കടങ്ങളേറെയാണ്. ഞങ്ങളുടെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വങ്ങളൊന്നും ഞങ്ങൾ കൃത്യതയോടെ നിർവഹിച്ചിട്ടില്ല തമ്പുരാനെ. ഞങ്ങളെ കൊണ്ടത് വീട്ടാനൊട്ട് സാധിക്കുകയുമില്ല. അവിടെ അങ്ങ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്ന സൊല്യൂഷൻ എന്നത് അങ്ങ് അനുഗമിക്കുന്ന ശിഷ്യത്വത്തിലേക്ക് വരിക എന്നുള്ളതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ വെളിച്ചം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വീശണമേ. സകലവും ഉപേക്ഷിക്കുവാൻ, അർത്ഥാൽ സകലത്തിൻ്റെ നിയന്ത്രിതാവ് അങ്ങായി മാറുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവിഷ്ണന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.